അനൂപിന് ഫോൺ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അവക്കെടുത്തുകൂടെ? വെറുതെ മനുഷ്യനെ തീതീറ്റിക്ക്. രണ്ടും ഒരേ കുലമല്ലേ, പിന്നെ അങ്ങനല്ലേ കാണിക്കൂ. എന്ത് ചോദിക്കാനാച്ചാ? അവിടെ പോയി ബഹളം വെച്ച് കഴുത്തിനും കോളറിനും പിടിച്ച് മൊത്തം നാറ്റിച്ചിട്ടുണ്ടാവും. ഇനി അല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടാവും അവിടെ കിടന്ന് ബഹളം വെച്ചേന്. അതാണല്ലോ തനിക്കോണം. എങ്ങനെയാണെങ്കിലും അച്ചുവിന്റെ ഭാവി ജീവിതം ഒരു തീരുമാനത്തിലെത്തും, പുന്നാരിയേട്ടൻ കാരണം. അവിടെ വന്നേ. നിനക്കിനി സമാധാനമായിട്ട് ഉറങ്ങാവല്ലോ. നിന്റെ പെങ്ങളുടെ ജീവിതം തകർത്തപ്പോ. സച്ചിയെപ്പോലൊരു മരുമനെ കെട്ടിയിട്ട് നീ ആയിട്ട് അത് ഇല്ലാതാക്കിയല്ലോ അനൂപേ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ എല്ലാരും കൂടെ അനൂപേട്ടനെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? വെട്ടാനും കൊല്ലാനും ഒക്കെയാണ് അനൂപേട്ടൻ ഇവിടുന്ന് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ ഐസ്ക്രീം അലിയുന്ന പോലെ അനൂപേട്ടൻ അലിഞ്ഞു. അവസാനം കെട്ടിപ്പിടിച്ച് കൈയും കൊടുത്തിട്ടാ വരുന്നത്. അതിന്റെ സ്മരണാർത്ഥം ദാ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? അനുപേട്ട, സോറി അനുപേട്ട, എല്ലാം ചില തെറ്റിദ്ധാരണകളായിരുന്നു. നമ്മളൊക്കെ ഒന്നല്ലേ അനുപേട്ട? അർച്ചനയുടെ അനിയത്തി എന്റെ അനിയത്തിയല്ല അനുപേട്ട. ഇത് അനുപേട്ടൻ കൈവച്ചോ? നിക്കണം മോനെ, അച്ഛന് സമാധാനമായി മോനെ. നന്മയുള്ള വീടാ നെല്ലിശ്ശേരി. അവിടുത്തെ ആളുകൾക്ക് നന്മയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അറിയില്ല. അച്ഛൻ്റെ നമ്മുടെയും ഭാഗ്യം അല്ലേ കമലേ? അർച്ചന എവിടെ? ഞാൻ സംസാരിക്കാം. വേണ്ട ഡോക്ടർ, എന്റെ അനിയത്തി തൽക്കാലം കാര്യങ്ങളൊന്നും അറിയണ്ട. ഇത്രയും വലിയ കാര്യങ്ങളൊന്നും കേൾക്കാനോ താങ്ങാനോ അതിനാവില്ല. അത്രയ്ക്ക് പാവാ. അവന്തികയെ പോലുള്ളൊരു നല്ല ഏട്ടത്തി ഉണ്ടെങ്കിൽ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഇത് അവളുടെ മാത്രം കാര്യമാണോ ഡോക്ടർ? അത് കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ കൂടെയല്ലേ? ശരിയാ. അവളുടെ ഭർത്താവ് എങ്ങനെയാ? നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉള്ള പയ്യനാണോ? ആ ഒരു കാര്യത്തില് അവള് ഭാഗ്യവതിയാ. എന്ത് കാര്യത്തിനും അവൻ കൂടെ നിന്നോളൂ. അതല്ല അവന്തിക, അർച്ചന അമ്മയാവില്ലെങ്കിൽ പിന്നെ അവൻ അച്ഛനും ആവില്ലല്ലോ. അപ്പോ അർച്ചനോടുള്ള മനോഭാവം മാറില്ലേ? ഞാനുള്ളിടത്തോളം ഇതാരും അറിയില്ല. അവര് വേദനിക്കുന്ന എനിക്കിഷ്ടമല്ല. ആ റിപ്പോർട്ട് ഇനി ഒരു പ്രഗ്നൻസി ചിലപ്പോ അവളുടെ ആരോഗ്യത്തെ മൊത്തം ബാധിക്കും. സ്വാഭാവികമായും അർച്ചന അവൾക്ക് അമ്മയാവാനാകില്ലെന്നറിഞ്ഞ ചിലപ്പോ ഡിപ്രഷനിലേക്കോ അതുമല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റിനൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഡോക്ടർ. ഇനി ഈ റിപ്പോർട്ട് അവളെ കാണാതൊന്ന് ഒളിപ്പിക്കണമല്ലോ. ഇതേതായി കുഞ്ഞ്? നിനക്ക് വല്ലവന്റെ കുഞ്ഞിനെയും കളിപ്പിക്കാനേ യോഗമുള്ളൂ.
ആരാ അത്? പാവം കുഞ്ഞ് ഇതുവരെ എന്റെ കയ്യിരുന്ന് ഉറങ്ങായിരുന്നു. എടുത്തി ഡോക്ടറെ കാണണ്ടേ? ആ, ഡോക്ടറെ എടുത്ത് കണ്ട് സംസാരിച്ചു. സ്കാനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അസിഡിറ്റി കൂടിയതാന്നാ ഡോക്ടർ പറഞ്ഞ്. സമയത്തിന് ഭക്ഷണവും വെള്ളമൊന്നും കഴിക്കാത്തതിന്റെ കുഴപ്പമാ. ഇനിയെങ്കിലും സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എടത്തി വല്ലാണ്ട് പേടിച്ചുപോയി. ഇപ്പോഴൊരു ആശ്വാസമായത്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എടുത്തി. ഞാൻ ഇവിടെ എവിടെയാണല്ലോ ലോക്കറിന്റെ കീ വെച്ചിരുന്നേ. പക്ഷേ അതെവിടെ പോയി? ഇനി അർച്ചനകളെ എടുത്ത് മാറ്റിയോ? അവളെയും കാണുന്നില്ലല്ലോ. അർച്ചന, അർച്ചന! അർച്ചന, അർച്ചന, അർച്ചന! ആ, നീ ഇന്ന് ഓഫീസിൽ നേരത്തെ വന്നോ? അർച്ചന എവിടെ അച്ഛാ? കാണുന്നില്ലല്ലോ. വിളിച്ചിട്ട് കേൾക്കുന്നുമില്ല. വീട്ടിൽ വന്ന് കേറിയ ഉടനെ ഭാര്യയെ കൺമുന്നിൽ കാണണമല്ലേ? അതല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ ലോക്കറിന്റെ കീ കാണുന്നില്ല. നീ ഇപ്പോഴും ഈ ഏകവചനം മാറ്റിയിട്ടില്ലേ? എന്റെ ലോക്കറ്, എന്റെ മുറി, എന്റെ പെട്ടി. ഏകവചനം ബന്ധങ്ങളിൽ മാത്രം മതി. എന്റെ ഭാര്യ, എന്റെ അച്ഛൻ, എന്റെ മക്കള്, എന്റെ സഹോദരങ്ങള്. അതാ ഒരു സുഖം. ബാക്കിയൊക്കെ നമ്മുടെ, ഞങ്ങളുടെ എന്നൊക്കെ ആവുമ്പോ കേൾക്കാനൊരു സുഖം ഉണ്ടാവില്ലേ? അതങ്ങ് അറിയാതെ വന്നു പോന്നേ അച്ഛാ. ലോക്കറിൽ നിന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് എടുക്കണമായിരുന്നു. കീ അവളങ്ങാനെടുത്ത് മാറ്റിവെച്ചോന്നറിയില്ല. നമ്മൾ ആണുങ്ങൾ ഇങ്ങനെയൊക്കെയാ. കല്യാണം കഴിയുന്നവരെ എന്തിനും ഏതിനും അമ്മയാണ് വിളിക്കുന്നത്. കാരണം നമ്മുടെ സ്വഭാവം അറിയുന്ന ഒരേ ഒരാൾ അമ്മയായിരിക്കും. അലക്ഷ്യമായി വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ പുറകെ നടന്ന് അമ്മ എടുത്തു വെക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്നത് ഭാര്യയായിരിക്കും. അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നത് ഭാര്യ. അപ്പോഴും സ്വഭാവത്തിന് പറയത്തക്ക യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഇത്തിൽ കണ്ണികളെ പോലെയാ. ചേർന്ന് നിൽക്കാനൊരു മരം വേണം. നിന്റെ അമ്മയെ സ്വന്തം വീട്ടിൽ പോലും പറഞ്ഞു വിടുന്നത് എനിക്ക് ആലോചിക്കാൻ കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് ഞാൻ അവളെ ആശ്രയിച്ചിരുന്നു. ഇറങ്ങാൻ നേരം എന്തെടുക്കണം, ഏതെടുക്കണം എന്നൊക്കെ ഒരു ധൃതിയായിരുന്നു. എല്ലാം ഭദ്രമായി കൊണ്ടുതന്ന് നമ്മളെ കൂളാക്കി വിടാൻ അവർക്കുള്ള അവരുടെ മിടുക്ക് നമ്മൾ സമ്മതിക്കണം. നമ്മളെ അറിയുന്നൊരു ഭാര്യ വലിയ അനുഗ്രഹമാണ് മോനെ. നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ രുചി, നമ്മുടെ മനോഭാവം, നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ ഒക്കെ അറിയുന്നവളല്ല ഭാര്യയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് ജീവിതം എത്തില്ല. സത്യത്തിൽ നമ്മുടെ ഒരു സെക്കൻഡ് ബ്രെയിനാണ് ഭാര്യ. ആരുടെയോ പുണ്യത്തിൽ നിനക്കത് അർച്ചനയുടെ രൂപത്തിൽ കിട്ടി. അർച്ചനയെ കാണുന്നില്ലല്ലോ അച്ഛാ. അവളെവിടെ പോയി? ഏട്ടത്തി അനിയത്തിയോട് പുറത്തു പോയിരിക്കുക. വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കുള്ള ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് അച്ചു പറഞ്ഞിട്ടുണ്ട്. കീ ഒരു കാരണം മാത്രമാ. കാര്യം നീ വന്നപ്പോ അച്ചുവിനെ കാണാത്തതാ. ഇപ്പൊ കാര്യകാരണം അച്ഛന് മനസ്സിലായി. അച്ഛൻ പറഞ്ഞതാണോ സത്യം? ഞാൻ കീ കാണാത്തതുകൊണ്ടാണോ അത് അവളെ കാണാത്തതുകൊണ്ടാണോ തിരക്കിയത്? ഞാൻ വല്ലാതെ അർച്ചനയെ ആശ്രയിക്കാൻ തുടങ്ങിയോ? ഇനി എത്ര നാൾ എനിക്ക് അവളെ ആശ്രയിക്കാൻ കഴിയും? ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം അസുഖം ഉണ്ടായിരുന്നോ? 2 ദിവസമായിട്ട് ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു. അതെന്താന്നൊന്ന് അറിയാന്ന് കരുതി അതാ കൊണ്ടുപോയത്. എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല അച്ഛാ. ഇവള് സമയത്തിന് ഫുഡ് കഴിക്കാത്തതിന്റെയാ. ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾക്കായി ഓടി നടക്കുമ്പോൾ സ്വന്തം കാര്യം മോള് മറന്നുപോകുന്നു.
സമയത്ത് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ജോലിയൊക്കെ മതി. ഇല്ലെങ്കിലേ ഭാവിയിൽ അത് ദോഷം ചെയ്യും. ഞാനിവിടെ ഉണ്ടായിട്ടും എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയി. അത് സാരമില്ല. പക്ഷേ അർച്ചനെ അന്വേഷിച്ച് ഇവിടെ ഒരുത്തൻ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നുണ്ട്. സച്ചിത്ര നേരത്തെ എത്തുന്നറിഞ്ഞില്ലച്ചാ. ഹോസ്പിറ്റലിൽ തിരക്ക് കാരണ വൈകിയത്. മോള് പോകുന്ന കാര്യം അവനെ വിളിച്ചൊന്ന് അറിയിക്കായിരുന്നു. ഒന്നും പറയാത്തോണ്ടായിരിക്കും അവൻ നല്ല ദേഷ്യത്തിലാ. അവനെന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്റെ കൂടെയല്ലേ അർച്ചന വന്നേ? അത് അവനറിയില്ലല്ലോ. ഈ വീട്ടിലുണ്ടായിരുന്ന ഞാൻ പോലും ഈ കാര്യങ്ങൾ അറിയുന്നത് നിങ്ങൾ ഇവിടെ തിരിച്ചെത്തിയപ്പോഴല്ലേ. വന്നു കയറിയ സമയം മുതൽ അവൻ നിന്നെ തെരഞ്ഞു നടക്കുക. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൻ സമാധാനമായിരിക്കുമായിരുന്നു. വീട്ടിൽ തന്നെ കാണുമെന്നുള്ള ധാരണയിലാണല്ലോ അവൻ വരുന്നത്. ഇനിയെങ്കിലും അത് മറക്കരുത്. ഇല്ലച്ചാ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അവന്തേക്കൊന്ന് പറയായിരുന്നില്ലേ ഞാനും അച്ഛൻ കൂടിയാ പുറത്തേക്ക് പോകുന്നതെന്ന്? ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, സച്ചി നേരത്തെ വരുന്ന കരുതിയില്ല. ഒരു ചെറിയ ചെക്കപ്പ് അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ടാബ്ലറ്റ് പോലും തന്നുവിട്ടിട്ടില്ല. ഒരു ചെറിയ ഇഞ്ചക്ഷനേ കൊടുത്തുള്ളൂ. അത്ര സീരിയസ് ആയ കാര്യമൊന്നും അല്ലാത്തോണ്ട് ഞാനാ അച്ഛനോട് പറഞ്ഞ് സച്ചിയെ വിളിക്കണ്ടെന്ന്. മോളകത്തേക്കല്ല. ഓഫീസിൽ നിന്ന് വന്നപ്പോ അച്ഛനെ കാണാത്തുള്ള പരിഭവമാണെന്ന് തോന്നുന്നു സച്ചി. അവന് പുതിയ ശീലങ്ങളൊക്കെ വന്നു തുടങ്ങി. പതുക്കെ പതുക്കെ ഹോംലിമാൻ ആവുന്നതിന്റെ ലക്ഷണം ഇതൊക്കെ. നേരത്തെ വരാൻ തുടങ്ങിയിരിക്കുന്നു. വരുമ്പോ തന്നെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കോഫി കിട്ടണം. ഇതൊക്കെ ഒരു ശീലമായി തുടങ്ങിയവന്. നല്ലതാ. അപ്പോഴാ ഭാര്യ ഭർത്തൃ ബന്ധം ദൃഢമായി തുടങ്ങുന്നതും ജീവിതത്തിൽ അത് തുടർന്നു പോകുന്നതും. പിന്നെ ലോകത്തിൽ ഇവന് മാത്രമല്ലേ ഭാര്യ ഭർത്താക്കന്മാര്. ചേടാ, ഇതെവിടെ വെച്ചിരിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ലല്ലോ. സത്യത്തില് ഇനിയെങ്കിലും കാര്യങ്ങൾക്കൊരു അടുക്കും ചിട്ടം വേണം. അതില്ലാത്തോണ്ടാ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ആൾക്കാരെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. സച്ചേട്ടൻ എന്നെ അന്വേഷിച്ച് ഇവിടെയൊക്കെ നടക്കായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ ഏടത്തിയോടൊപ്പം ഒന്ന് പുറത്തു പോയതാ. ഞാൻ തിരക്കിയത് ഈ ഷെൽഫിന്റെ കീ ആയിരുന്നു. അതിപ്പോ കിട്ടി. എന്തെങ്കിലും ഒരു സാധനം എവിടെ വെച്ചേന്ന് ചില നേരത്തെ മരിച്ചു വലങ്ങ് മറന്നുപോകും. അച്ഛൻ പറഞ്ഞത് അതിനുവേണ്ടി വീട് മുഴുവൻ തിരക്കി നടന്നു എന്നാണല്ലോ. അച്ഛൻ അതും പറയും, അതിനപ്പുറം പറയും. എന്തെങ്കിലും ഒരു നിസാര കാര്യം മതി, അച്ഛനത് ഹിമാലയം വലിപ്പത്തിൽ അവതരിപ്പിക്കും. ധൃതിയിൽ അന്വേഷിച്ചപ്പോ കീ കിട്ടിയില്ല. അപ്പോ 1-2 പ്രാവശ്യം തന്റെ പേര് വിളിച്ചു. അത്ര തന്നെ. ഇത്രയും കാലം ഞാൻ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ ഇനിയും ജീവിക്കും. ഇത്രയും കാലം ഞാൻ ആരെ ആശ്രയിച്ചല്ല ജീവിച്ചത്. സച്ചേട്ടൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ സച്ചേട്ടനോട് പറയാതെ ഏട്ടത്തിയുടെ കൂടെ പുറത്തു പോയതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആരുടെ കൂടെ പോയാലും എനിക്കൊന്നുമില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ തന്നോട് താൻ എവിടെയാണ് പോയത്, എപ്പോഴാണ് പോയതെന്നൊന്നും. ഓരോരുത്തർക്കും അവരവരുടെ സൗകര്യത്തിന് വരാനും പോകാനും അവകാശവും അധികാരവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ. സച്ചേട്ട പ്ലീസ് ഇങ്ങനൊന്നും പറയല്ലേ. എനിക്ക് സച്ചേട്ടൻ വിളിച്ചപ്പോ ഫോൺ എടുക്കാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോ റേഞ്ച് കിട്ടിയില്ല. അതാ. അതെ, ഞാൻ തന്നെ വിചാരണ ചെയ്യാനൊന്നും വന്നില്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ എഴുതാപ്പുറങ്ങൾ വായിക്കുന്നേ? എന്റെ കാലക്കേടിന് ഞാനൊന്ന് തിരക്കിപ്പോയി, അതങ്ങ് ക്ഷമിച്ചോളാ. അതല്ല അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കണമെങ്കിൽ ഇതായിക്കോ. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോ ആരെയും ഒന്നിനെ ആശ്രയിക്കേണ്ട അവസ്ഥയില്ലായിരുന്നു. ആരുടെയും ചോദ്യവുമില്ല, ഉത്തരവുമില്ല. എന്നും ജീവിതത്തിൽ ഫ്രീ ആയി നടക്കുന്നേ നല്ലത്. ഒന്നുകിൽ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടാനുസരിച്ച് ജീവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഒന്നും വേണ്ടെന്ന് കരുതി ജീവിക്കണം. ഇങ്ങനൊരു ഗതികെട്ട ജീവിതം ജീവിക്കാൻ പാടില്ല.
സോറി അച്ചു. പ്ലീസ് കരയല്ലേ. ഞാനെന്തോ ടെൻഷനിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. പ്ലീസ്. താൻ ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞാൽ ആരെങ്കിലും കാണും. ഞാൻ എന്തിനാ തന്നോട് ഇങ്ങനെ ചൂടായെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ഞാനിവിടെ എല്ലാവരുടെയും കൂടെയാണ്. താൻ വരുന്നവരെ കഴിഞ്ഞെങ്കിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് വേണ്ടി കാത്തിരിക്കാനോ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഞാനല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോൾ വന്നാലും പോയാലും ഒന്നും ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ താൻ ഈ വീട്ടിൽ വന്നത് മുതൽ അങ്ങനെയല്ല. ഞാനറിയാതെ എൻ്റെ മനസ്സിൽ ചില ശീലങ്ങൾ വന്നുപോയി. ചില ചിട്ടകൾ വന്നുപോയി. മുൻപ് കമ്പനി കഴിഞ്ഞാൽ സമയം പോവാൻ നേരെ കൂട്ടുകാരോടൊപ്പം ഹോട്ടലുകളിലും പാർക്കുകളിലും മാളിലൊക്കെ പോയിരുന്നു ഞാൻ. ഇപ്പം ആഗ്രഹിക്കുന്നത് നേരെ വീട്ടിലെത്താനാ. ഏതോ ഒരു ശക്തി എന്നെ ഇങ്ങോട്ട് ആകർഷിക്കും. അതും ഞാൻ അറിയാതെ വന്നതാ, ഒരു കണ്ടീഷനിങ്. അതെന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. വന്നു കയറുമ്പോൾ വാതിക്കൽ തന്നെ കണ്ടില്ലെങ്കിൽ സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളെ പോലെ മനസ്സിരുണ്ടു പോകും. സച്ചേട്ടാ, തന്നെ ഇന്ന് വാതിക്കൽ കാണാത്തതുകൊണ്ടുള്ള മനസ്സിന്റെ പ്രതിഷേധമായിരിക്കാം ഈ ബഹളം. സോറി. ചിലർ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യും, കണ്ടീഷൻ ചെയ്യും, ഫോർമാറ്റ് ചെയ്യും. ഞാനും അത്ര ഒരു പരിവർത്തനത്തിലായതുപോലെ തോന്നുന്നു. അത് എത്ര കാലമെന്ന് എനിക്കറിയില്ല. നാളെ നമ്മൾ വഴിപിരിയുമ്പോൾ പിന്നെ എന്താണ് എൻ്റെ ജീവിതം എന്ന് എനിക്കറിയില്ല. ഞാൻ പോവില്ല സച്ചേട്ടൻ, എന്നെ കൊണ്ട് അതിന് കഴിയില്ല.